ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഹിന്ദി എക്സാം ഇത് അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് 3 ദിവസം ഉണ്ടല്ലേ. ആ 3 ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഷമീം സാർ സെറ്റാക്കി തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാണ്ട് അല്ലേ. ഒരുപാട് കവിതകളും അതുപോലെ ഒരുപാട് കഥകളും അതുകൂടാതെ ഗ്രാമർ ഭാഗമൊക്കെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട്. SSLC നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ ഹിന്ദിയെ പോലെ അല്ല CBSEയിലെ ഹിന്ദി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വേറെ ലെവൽ ഹിന്ദിയാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹിന്ദിയിൽ ഫുൾ മാർക്ക് A1 തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇപ്പോൾ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒരു അടിപൊളി പ്ലാൻ നമുക്കുണ്ട്. ആദ്യം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. സിലബസിൽ വല്ല മാറ്റമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. യെസ്, നമുക്ക് പദ്യഖണ്ഡില്ലേ. പദ്യഖണ്ഡിൽ നമുക്ക് 7 കവിതകളാണ് പഠിക്കാനുള്ളത്. സാഖി, അതുപോലെ തന്നെ സാഖി ഉണ്ട്, അതുപോലെ പദ്, മനുഷ്യത, പർവ്വത പ്രദേശ് മേം പാവസ്, തോപ്പ്, കർ ചലേ ഹം ഫിദ, ആത്മത്രാൻ അല്ലെ, രവീന്ദ്രനാഥ് ടാക്കൂർ എഴുതിയിട്ടുള്ള ആത്മത്രാൻ വരെയുള്ള പദ്യഖണ്ഡിലെ 7ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് തന്നെ ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ഭാരമാണ്. പക്ഷെ അതൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, സെറ്റാക്കും. പിന്നെ അത് കൂടാതെ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഗദ്യഖണ്ഡിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഗദ്യഖണ്ഡിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് മക്കളെ? യെസ്, പ്രേംചന്ദ് എഴുതിയ ബഡേ ഭായി സാഹബ് എന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കഹാനി ഉണ്ട് അല്ലേ. പിന്നെ ഡയറി കായക് പന്ന, തതാര വാമീരോ കഥ, തീസരി കസം കെ ശില്പക്കാർ ശൈലേന്ദ്ര, അതുപോലെ അബ് കഹാ ദൂസരേ കെ ദുഃഖ സെ ദുഃഖി ഹോനെ വാലെ, അടിപൊളിയായിട്ടുള്ള അല്ലേ. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്റർ നമ്മൾ യൂട്യൂബിലൂടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പത്ശർമേ ടൂട്ടി പത്തിയാം എന്നതിൽ ഗിനിക സോന ജെൻകി ദേൻ എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ്. പിന്നെ അതുപോലെ ഹബീബ് തൻവീർ എഴുതിയില്ല കാർത്തൂസ്, ഒരു അടിപൊളി ത്രില്ലർ അല്ലേ, കാർത്തൂസ്, അത് നമ്മൾ സെറ്റ് ആക്കിയതാണ് അല്ലേ. ഓക്കെ, കഴിഞ്ഞോ? ഇതോടുകൂടി തീർന്നോ? ഇതോടുകൂടി തീർന്നിട്ടില്ല. ഇനി എന്തുകൊണ്ട് മക്കളെ? യെസ്, ഹരിഹർ കാക്ക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഹരിഹർ കാക്ക. അതുപോലെ തന്നെ സപ്നോം കേസെ ദീൻ, ടോപ്പി ശുക്ല, ഇങ്ങനെ ഒട്ടനവധി ചാപ്റ്റേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് മക്കളെ, ഈ ഒരു എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. നമുക്ക് ഫുള്ള് സെറ്റാക്കാനുള്ളത്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഷമീം സാർ സെറ്റാക്കി തരും. എന്താണ് നമ്മുടെ പ്ലാൻ? യെസ്, ഈ 3 ദിവസം ഉണ്ടല്ലേ, ആ 3 ദിവസം എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും, അതാണ് ഷമീം സാർ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇങ്ങനെയാണ് മക്കളെ. യെസ്, അപ്പോൾ നമ്മുടെ എക്സാമിനർ ക്ലാസ് 10 CBSE 10 എന്ന ചാനലിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇന്നത്തെ ലൈവ് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. യെസ്, ഓൾ ചാപ്റ്റേഴ്സ് ഇന്ന് കൃത്യം 7 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് സ്പീഡിൽ എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് പദ്യഖണ്ഡും ഗദ്യഖണ്ഡും. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് കൃത്യം 7 മണിക്ക് എല്ലാവരും ഈ ലൈവിൽ കയറുക. എന്നിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മൾ ഓൾ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്ക് ബുധനാഴ്ച 7 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാമർ ഭാഗം, അതായത് പദുബന്ധ്, സമാസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ കൃത്യം 7 മണിക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. പിന്നെ ഒരു ദിവസം കൂടിയുണ്ട്, ഒരു ലൈവ് കൂടി, വ്യാഴാഴ്ച കൂടി നമുക്ക് കിട്ടൂലേ. ആ വ്യാഴാഴ്ച നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അടിപൊളി ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് എന്ത് ചെയ്യാം, നമുക്ക് വ്യാഴാഴ്ച സംഘടിപ്പിക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഇതേപോലെ മാരത്തോണിൽ വന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ ഹിന്ദിയിലെ A1 മറ്റെങ്ങും പോകില്ല, അത് നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡിയാണോ മക്കളെ? നമ്മുടെ ഈ ഒരു പ്ലാൻ അനുസരിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് കൃത്യം 7 മണിക്ക് വന്നോളൂ. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ലൈവിൽ സെറ്റാക്കാം അല്ലേ. ഇത്രയും പദ്യഖണ്ഡുണ്ട്, അതുപോലെ തന്നെ ഗദ്യഖണ്ഡിലുണ്ട് ഏകദേശം 1 2 3 4 5 6 7 കഴിഞ്ഞാൽ പിന്നെ 7 3 10ഓളം ചാപ്റ്റേഴ്സ് ഗദ്യഖണ്ഡിലും അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ലൈവിൽ നമുക്ക് സെറ്റാക്കാം. അതിന് ഇന്ന് കൃത്യം 7 മണിക്ക് വരാം. നാളെ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഗ്രാമർ ഭാഗങ്ങൾ അങ്ങ് സെറ്റാക്കാം. 3ാമത്തെ ദിവസത്തെ ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി നിങ്ങളുടെ ഹിന്ദി എക്സാം നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിരിക്കും. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇന്നത്തെ കഴിഞ്ഞില്ലേ, സോഷ്യലിൻ്റെ എക്സാം കഴിഞ്ഞല്ലോ അല്ലേ, SSTയുടെ എക്സാം കഴിഞ്ഞു, അതെങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഹിന്ദിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ, നിങ്ങൾ റെഡി ആണെങ്കിൽ ആ റെഡി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ലൈവിൽ വെച്ച് കാണാം.